ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം. ഇന്ന് പകൽ സമയം, നാട്ടിലെ പകൽ സമയമാണല്ലോ, ഇവിടെ രാത്രി. വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയത്തിന്റെ ഏത് സമയത്തായിരുന്നാലും കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഷിക്കാഗോ പ്രയർ ലൈനുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസൻ അനീഷ് പാസ്റ്റർ ക്ഷണിച്ച പ്രകാരം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് അടിയനെയും സഹായിച്ചു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ രാത്രിയിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസം ഇവിടുത്തെ പിസിനാക്കിന്റെ മീറ്റിംഗ് കഴിഞ്ഞ മാസം 5-ാം തീയതി സമാപിച്ചു. ആ സമയത്ത് 5-ാം തീയതി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ചില കസിൻസ്, അത് ന്യൂയോർക്കിൽ നിന്നും ഡാളസിൽ നിന്നും ഒക്കെ ഈ മീറ്റിംഗിൽ സംബന്ധിച്ചിരുന്നു. അവർ ഭവനത്തിലേക്ക് പെട്ടെന്ന് വരുന്നു എന്നുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ചെറിയൊരു അറേഞ്ച്മെന്റ് വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഒരു മാസമേ ആയുള്ളൂ. ഞങ്ങൾ മൂവ് ചെയ്തതല്ലാതെ ഈ കൊണ്ടുവന്ന ഫർണിച്ചറുകളൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു. ഡിസോർഡറായി കിടക്കുമായിരുന്നു. അതൊന്ന് ഓർഡർ ചെയ്യുവാൻ വേണ്ടി ഒരു ഫർണിച്ചറൊക്കെ ഒന്ന് പിടിച്ചു വെച്ചപ്പോൾ അത് ആക്സിഡന്റലി അത് എൻ്റെ കാലയിലേക്ക്, ഇടത് എൻ്റെ പൊത്തയിലേക്ക് അതിൻ്റെ ഒരു എഡ്ജ് വന്ന് വീഴുവാനിടയായി. വീണത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പെട്ടെന്ന് തല ചുറ്റി താഴെ വീണു. കാരണം ആ ഞരമ്പിന്റെ മുകളിലോട്ടായിരുന്നെന്ന് തോന്നുന്നതിന്റെ ക്ഷതം വന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് എല്ലാം ബോധം വന്ന് കാല് നോക്കിയപ്പോൾ മന്തുകാല് പോലെ കാല് നീര് വെച്ചു പെട്ടെന്ന്. അപ്പൊ ആ ഒരു പിന്നെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഗസ്റ്റ് ഒക്കെ വന്ന് അവര് നിർബന്ധിച്ച പ്രകാരം രാവിലെ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പൊ അങ്ങനെ രാവിലെ ഞാൻ എമർജൻസി കെയറിൽ, ഇവിടെ എമർജൻസി കെയർ ഉണ്ട് അവിടെ, അങ്ങനെ ഹോസ്പിറ്റലുകളുണ്ട്, അവിടെ പോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ആ ചെറിയ വിരലിന്റെ ആ മേളിലോട്ടുള്ള 2 എല്ലിന് ഫ്രാക്ചർ ഉണ്ട്. അത് ചെറിയ ഫ്രാക്ചറാണ്, എക്സ്റേയിൽ അത് കാണാം. അത് കാരണമാണ് ഈ നീര് മാറുന്നില്ല, അതങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പം പിന്നെ അവര് ക്രച്ചസ് ഒക്കെ തന്നു നടക്കാൻ വേണ്ടി, അത് ചുറ്റിക്കെട്ടിയൊക്കെ വെച്ചു. അങ്ങനെ ഇപ്പം കഴിഞ്ഞ 7-ാം തീയതി സംഭവിച്ചു. ഈ 1 മാസം അതിന് വീട്ടിലിരിപ്പാണ്. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ എനിക്ക് ഒരുപാട്, ഞാൻ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഒട്ടും സമയമില്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട് വാങ്ങിക്കണം, കാർ വാങ്ങിക്കണം, അങ്ങനെയൊക്കെയുള്ള ലോൺ ഒന്നിനു പുറകെ ഒന്നായിട്ട് ലോണുകളൊക്കെ എടുത്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നാട്ടിനേക്കാൾ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, എത്ര ചോദിച്ചാലും ലോൺ കിട്ടിക്കോളും, ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ ജോലി ഉണ്ടെങ്കിൽ ആ ലോൺ തരാൻ ഒരു മടിയുമില്ല. നമുക്ക് ഈട് വയ്ക്കാനും ഒന്നും വേണ്ട, നമുക്ക് ആധാരം കൊണ്ട് കൊടുക്കണ്ട, ഒരു സാധനവും വേണ്ട. അല്ലെങ്കിൽ അതുകൊണ്ട് ഇവിടുത്തെ അങ്ങനെ ഒരു ഗുണമാണ്. അപ്പൊ പ്രത്യേകിച്ച് ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ജോലിയുമുണ്ട്, ജോലിയോടുള്ള ബന്ധത്തിൽ ലോണും കിട്ടും. അപ്പൊ ലോൺ എടുത്തെടുത്ത് നമ്മൾ ജീവിക്കുകയാണ്. ആ ലോണിനോടുള്ള ബന്ധത്തിൽ ഈ അടവുകളൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ ഈ 1 മാസമായിട്ട് ഈ ഭവനത്തിലായിരിക്കുന്നു. അത് മെഡിക്കൽ ലീവാണ്. അപ്പൊ ഇനിയും ഡോക്ടറെ പോയി കാണുമ്പോൾ എക്സ്റേ എടുത്തിട്ടാമോ അതിന്റെ ഇപ്പൊ നീരൊക്കെ ഒരുമാതിരി കുറഞ്ഞു. എനിക്ക് എന്നാലും ഒരു സ്പെഷ്യൽ ബൂട്ടൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ആ ബൂട്ടൊക്കെ ഇട്ടുകൊണ്ടൊന്നും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ആ ബൂട്ട് മാറ്റുന്ന സമയത്ത് മാത്രമേ ജോലിക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഞാനിത് ഒരു വലിയ പ്രതിസന്ധിയാണ്, കഷ്ടതയാണ്, പ്രയാസമാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ആമേൻ. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവസന്നിധിയിൽ എനിക്ക് കുറെ ദിവസങ്ങളായിരിക്കാൻ തക്കവണ്ണം വചനം വായിക്കാൻ, ധ്യാനിക്കാൻ, ദൈവവചനം കേൾക്കാൻ, അനേകം മീറ്റിങ്ങുകളിൽ ഈ സമയങ്ങളിൽ സൂമിലായാലും ഗൂഗിൾ മീറ്റ്, പുതിയ ഒരു ഗൂഗിൾ മീറ്റ്, അതിലൊക്കെ എനിക്ക് അതിൽ പലരും എന്നെ ഇൻവൈറ്റ് ചെയ്ത് അതിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനും ഒക്കെയുള്ള അവസരങ്ങൾ നാളുകൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജോലി ഇത് ജീവിച്ചിരുന്നതിനേക്കാൾ വലിയ സന്തോഷം അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുന്നതാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി എന്ന് പറയുന്നത് സുവിശേഷ വേലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുവിശേഷ വേല ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നേരിട്ടെങ്കിലും അതിൽ ലഭിക്കുന്ന വലിയ സന്തോഷം ഭാഗ്യമാണ്. ഹല്ലേലൂയ. അത് പറഞ്ഞറിയിക്കാത്ത
വല്ലാത്തൊരു സന്തോഷമാണ്. ആ ദൈവവേലയിൽ ആയിരിക്കുന്ന പ്രിയ ദൈവദാസന്മാരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നല്ല പാട്ടുകൾ പാടി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് ആരാധിപ്പാനും എത്ര അർത്ഥവത്തായ ആ വാക്കുകളൊക്കെ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനിലൂടെ കേൾക്കുവാനിടയായി. കർത്താവ് ധാരാളമായി കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കണ്ണിന്റെ ചെക്കപ്പിനായി കടന്നു പോകുന്ന കർത്താവിന്റെ ദാസനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം സൗഖ്യവും ആശ്വാസവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ സ്വല്പ സമയത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചിട്ട് ദൈവസന്നിധിയിൽ പെട്ടെന്ന് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിൽ നിന്ന് കുറച്ച് സമയം നമുക്ക് ചിന്തിക്കാം. ആമേൻ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, പഴയ നിയമ ഭാഗത്ത് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി അവർ പുറപ്പെട്ടു വരികയാണ്. ആ യാത്രയിൽ നമുക്ക് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് ഇസ്രായേൽ മക്കളോട് കൂടെ ചേർന്ന് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഹല്ലേലൂയ. അവരുടെ സഞ്ചാരത്തിൽ അവരോട് കൂടെ നമുക്ക് അവരുടെ നമുക്കറിയാമല്ലോ നാട്ടിലൊക്കെ ജാഥയൊക്കെ നടക്കുമ്പോൾ ഇടയ്ക്കൂടെ കയറി നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ ജാഥയിലൂടെ ഇടയ്ക്ക് കയറി നിന്ന് അവരുടെ കൂടെ യാത്ര ചെയ്യുന്നത് പോലെ നമുക്കൂടെ ഈ ഇസ്രായേൽ മക്കളോട് കൂടെ ഹല്ലേലൂയ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇതിന്റെ അനുഭവത്തിലൂടെ അതിന്റെ ആസ്വദിച്ച് പോയെങ്കിൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ദൈവിക കരുതലിനെ കുറിച്ചും ദൈവിക പദ്ധതികളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഏകദേശം 20 ലക്ഷത്തോളം പേര് ഹല്ലേലൂയ, കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ യാത്ര പുറപ്പെടുകയാണ്. അതിന്റെ ആദ്യത്തെ വർഷമാണ് ഹല്ലേലൂയ. അതിന് 1-ാമത്തെ വർഷത്തിലാണ് നമുക്കവിടെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിൽ എത്തി പാളയം ഇറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു, ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുൻപാകെ കടന്നു പോക. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അവിടുന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാൺകെ മോശ അങ്ങനെ ചെയ്തു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ ദാഹിച്ചു. നമുക്കറിയാം പഴയ നിയമ ഭാഗത്ത് 2 പ്രാവശ്യം പാറ അടിച്ച് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വെള്ളം കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നതായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്രവൃത്തിയിലാണ് പ്രവൃത്തി കണ്ട് ആനന്ദിക്കുക. പ്രവൃത്തി കണ്ട് ആനന്ദിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു കഷ്ടതയുടെ പ്രയാസത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെയും പിറുപിറുക്കുക. ഈ അനുഭവമല്ല നമ്മൾ ആദ്യം വായിച്ചതുപോലെ അവര് ഹല്ലേലൂയ ആത്മീയ പാറയിൽ നിന്ന് ഒരു ആത്മീയ പാറ നമ്മളെ പിന്തുടരുന്ന, നമ്മളെ സഹായിക്കുവാൻ, ആവശ്യഘട്ടങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ആത്മീയ പാറ നമ്മളെ പിന്തുടരുന്നുണ്ട്.
അത് യഥാർത്ഥമായി മനസ്സിലാക്കണം. ഒരു ഭൗതിക നന്മകൾ അവൻ നമ്മുടെ ജീവിതത്തിൽ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് വേണ്ടുന്നതെല്ലാം ലഭിക്കുമെന്ന് നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഭൗതികമായ നന്മകളെക്കാൾ ഉപരിയായി അവിടെ ഒരു ആത്മീയമായ നന്മ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഇടയിൽ പെറുപെറുപ്പോ വാദമോ കലഹമോ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയാം, ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധി ഇടിവ് നിൽക്കുകയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ആലോചന ലഭിക്കും. അതുകൊണ്ട് ആലോചന ലഭിക്കുമ്പോൾ ദൈവദാസന്മാർ ദൈവജനത്തെ നടത്തുകയാണ്. അവർക്ക് വേണ്ടുന്ന ആത്മീയമായ മന്ന, അവർക്ക് വേണ്ടുന്ന ആത്മീയമായ ആഹാരം, അവർക്ക് വേണ്ടുന്ന പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആത്മീയ നദിയിൽ നിന്നുള്ള ജലം ഒക്കെയും അവർക്ക് കൊടുത്തുകൊണ്ട് നൽകിക്കൊണ്ട് ദൈവജനത്തെ അല്ലെങ്കിൽ ദൈവകൃപയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ ഒരു ദൗത്യമാണ് ദൈവദാസന്മാർക്കുള്ളത്. അതുകൊണ്ട് ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു പ്രവൃത്തി എനിക്ക് വേണ്ടി ചെയ്യും, അല്ലെ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യും, ദൈവ മക്കൾക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള പരിപൂർണമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് മോശെ അവിടെ പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ജനത്തിന് അവിടെ വെച്ച് നന്നായി ദാഹിച്ചു. അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ച് പറഞ്ഞതിന് മോശ പറയുന്നതായിട്ടുള്ള ഭാഗം, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു, നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, ദൈവസഭയിലായിരുന്നാലും ദൈവികമായിട്ട് എവിടെയായിരുന്നാലും ദൈവദാസന്മാരോട് ആരെങ്കിലും കലഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, അത് ദൈവത്തോട് കലഹിക്കുന്നതിന് തുല്യമാണ്. നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. ആമേൻ, ഹല്ലേലൂയ. പരീക്ഷ, നിന്റെ ദൈവമായ യഹോവേ, കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നുള്ള കൽപ്പന, ഹല്ലേലൂയ, ആമേൻ, അതിനെ ലംഘിക്കുന്നതായ അനുഭവമാണ്. എവിടെയെങ്കിലും ഒരു കലഹമുണ്ടായാൽ, എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ മുന്നിൽ കലഹിക്കുന്നതായിട്ടുള്ള അനുഭവം. ഞങ്ങള് ഒരു ഹൈ റേഞ്ച് ഏരിയയിലാണ്, പത്തനംതിട്ട ജില്ലയില് ഒരു ഉയർന്ന സ്ഥലമായ ചെങ്ങറ എന്ന് പറയുന്ന ദേശത്താണ് ഞങ്ങൾ. എൻ്റെ ബാല്യകാലമൊക്കെ ഞാൻ അവിടെയായിരുന്നു. എൻ്റെ പിതാവിനോടും മാതാവിനോടും ഒപ്പം വടശ്ശേരിക്കര ഹൈസ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു എൻ്റെ പിതാവ്. ഞങ്ങൾ കോഴഞ്ചേരിക്കാരായിരുന്നു. കോഴഞ്ചേരിയിലെ നല്ല നീരോട്ടമൊക്കെ ഉള്ള സ്ഥലത്ത്, ഹല്ലേലൂയ, ഞങ്ങള് ജീവിച്ചിരുന്ന ഞങ്ങൾ ഈ ജോലി പണ്ട് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, യാത്രാ സൗകര്യമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ ജോലിയോടുള്ള ബന്ധത്തിൽ ഹൈസ്കൂൾ അധ്യാപകനായി ജോലി ലഭിച്ച കാരണം ഞങ്ങൾ ഈ വടശ്ശേരിക്കര ദേശത്തിന് സമീപത്തുള്ള ഈ മലമുകളിൽ പോയി കുറച്ച് വസ്തുവൊക്കെ വാങ്ങിച്ച് അവിടെ ഞങ്ങൾ താമസിക്കുക. ഞങ്ങൾ 7 മക്കൾ, അതായത് എൻ്റെ മാതാപിതാക്കൾക്ക് 7 മക്കളിൽ ഏറ്റവും ഇളയവനായി ഞാൻ. അപ്പൊ ഞങ്ങൾ 7 പേര്, 7, 8, 9 പേര് ആ മലയുടെ മുകളിൽ താമസിക്കുക. ഞങ്ങളിങ്ങനെ താമസിച്ചു വരവേ ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ നടക്കണം എങ്കിൽ മാത്രമേ സ്കൂളിൽ എത്തത്തുള്ളൂ. ഞങ്ങൾ എല്ലാവരും പഠിച്ചത് എൻ്റെ പിതാവിനോടൊപ്പം തന്നെ അതേപോലെ തന്നെ നടന്നു പോയാണ് ഞങ്ങൾ ഈ സ്കൂളിൽ, ഈ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെയാണ് ഞങ്ങളും പഠിച്ചത്. അങ്ങനെ എല്ലാ വർഷവും, ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, എല്ലാ വർഷവും വറവ് വരുന്ന സമയമുണ്ട്. അതായത് ഈ ഉണക്ക എന്നൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് പറയും. ഈ ആ സമയത്ത്, അതായത് ജനുവരി തൊട്ട് ഏപ്രിൽ വരെ, അല്ലെങ്കിൽ മെയ് ജൂൺ വരെയുള്ള ജൂണിലാണല്ലോ പിന്നെ മഴ പെയ്യുന്നത്, അന്ന് വരെ വെള്ളത്തിന് ക്ഷാമമാണ്. വളരെ കുറച്ച് വെള്ളം ഞാൻ ഓർക്കുകയാണ്, വെള്ളത്തിന്റെ കഠിനമായ ക്ഷാമം കാരണം എൻ്റെ പിതാവിന് റിട്ടയർമെന്റ് സമയത്ത് ലഭിച്ച സെറ്റിൽമെന്റ് മുഴുവനും ചെലവാക്കി അവിടെ ഒരു കുഴൽക്കിണർ കുഴിച്ചു. ആ കാലത്തിൽ കുഴൽക്കിണർ കുഴിക്കുക എന്ന് പറയുമ്പോൾ ആ ദേശത്ത് അറിഞ്ഞു കേട്ടവരെല്ലാം വലിയ ജനക്കൂട്ടമായി ഇത് കാണാൻ. ആരും ഇന്നത്തെ പോലെ സൗകര്യമുള്ള കുഴൽക്കിണറല്ല. അവിടെ മാസങ്ങളോളം എടുത്തിട്ടാണ് ഒരു 100 ഫീറ്റ് ഒക്കെ ഈ കുഴിക്കുന്നത്. അപ്പൊ ഇത് ഈ കുഴൽക്കിണർ കുഴിക്കുമ്പോൾ അതിന്റെ ഒരു വലിയൊരു ട്യൂബുണ്ട്. ആ ട്യൂബിനകത്തെ പാറയുടെ പീസ് നമ്മുടെ കുഴവിക്കല്ല് പോലെ, അമ്മിക്കല്ല് പോലെ ഇതിങ്ങനെ കയറി ഇരുന്ന് അത് പിന്നെ വലിച്ചു കയറ്റി പിന്നെ അത് തട്ടി അത് പുറത്തെടുക്കും. ഞാൻ ഇപ്പൊ ഭവനത്തിൽ ഇപ്പോഴും ചെന്നാൽ കാണാൻ കഴിയും, പലയിടത്തായിട്ട് ഇങ്ങനെയുള്ള കുഴവി പോലെയുള്ള പാറ കഷ്ണങ്ങൾ നമുക്ക് കാണാം. വളരെ ഡിസൈനുകളുള്ള പാറ കഷ്ണങ്ങൾ നമുക്ക് കാണാം. പലരും അത് ഒരു വലിയ ഒരു കാഴ്ച വസ്തുവായിട്ട് പലരും ഭവനത്തിൽ ആ സമയത്ത് വന്നവരൊക്കെ അത് എടുത്തോണ്ട് പോയതും ഞാൻ ഓർക്കുകയാണ്. എന്നാൽ അതും പരാജയമായി മാറി. ഏകദേശം 2-3 മാസത്തോളം എടുത്തു ഒരു 100-120 അടിയോളം താഴ്ചയുള്ള ഈ കുഴൽക്കിണർ കുഴിക്കാനായിട്ട്.
എന്നിട്ടും അത് പരാജയമായി. അത് വെള്ളമുള്ള മഴക്കാലത്ത് മാത്രമേ അവിടുന്ന് വെള്ളം ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള, ഞാൻ ചെറുപ്രായമായിരുന്നല്ലോ, ഞങ്ങൾക്ക് പിറുപിറുക്കാനോ വാദിക്കാനോ ഒന്നും പോയില്ല. എൻ്റെ പിതാവിനോടും മാതാവിനോടും ഒപ്പം ഞാനും എന്നെ കഴിയുന്ന ഒരു ചെറിയ കലമൊക്കെ എടുത്ത് ഞങ്ങൾ താഴ്വാരങ്ങളിൽ പോയി വെള്ളം കോരി ഭവനത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നിത്യോപയോഗ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ദൈവം ആ ഭാഗങ്ങളിൽ നല്ല ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ പെറുപെറുപ്പ് കൂടാതെ ഞങ്ങൾ എൻ്റെ പിതാവിനോടും മാതാവിനോടും ചേർന്ന് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ജീവിച്ചത് പ്രകാരം ഞങ്ങൾ പത്തനംതിട്ട ടൗണിൽ ഞങ്ങൾക്ക് പോകണമെങ്കിൽ ഒരു 4 മണിക്കൂറത്തെങ്കിലും യാത്രയുണ്ട്. കാരണം 2.5 മണിക്കൂർ നടന്നിട്ട് വേണം ഒരു ബസ് സ്റ്റോപ്പിൽ ചെല്ലാൻ. അവിടെ നിന്ന് പത്തനംതിട്ട ചെന്ന് അവിടെ കോളേജിൽ, കാതോലിക് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം കാതോലിക് കോളേജിൽ എനിക്ക് പഠിക്കുവാൻ ദൈവം കൃപ നൽകി. അവിടെ എൻ്റെ സൗകര്യങ്ങളെല്ലാം ആ നിലയിലാണ്. എന്നെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ 7 പേരും അങ്ങനെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ദൈവം കർത്താവ് ഞങ്ങളെ മാനിച്ച് ഞങ്ങൾ അമേരിക്കയിലും ഇന്ത്യയിലുമായി നല്ല വിവിധയിടങ്ങളിലായി ഇപ്പോൾ ദൈവം ഞങ്ങളെ എല്ലാവരെയും ആക്കി വെച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ നമുക്ക് ആഹാരമില്ലാതെ 2-3 ദിവസമൊക്കെ കഴിയാൻ പറ്റും. എന്നാൽ വെള്ളമില്ലെങ്കിൽ ഹല്ലേലൂയ, ഒരു മണിക്കൂർ അല്ലെ 2 മണിക്കൂർ പോലും നമുക്ക് പിടിച്ച് നമ്മുടെ തൊണ്ട വരളുമ്പോൾ നമുക്ക് വെള്ളം ആവശ്യമാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശ അങ്ങനെ ചെയ്തു. പാറയെ പിളർന്ന് അവർക്ക് ഹല്ലേലൂയ ദാഹത്തിനുള്ളതായ ജലം അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി, ആ പ്രവൃത്തി കണ്ടുകൊണ്ട് ഹല്ലേലൂയ അത് അനുഭവിച്ചുകൊണ്ട് സന്തോഷിക്കുക. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാം മറന്നിട്ട് വീണ്ടും ഒരു കഷ്ടത വരുമ്പോൾ, ഒരു ശോധന വരുമ്പോൾ വീണ്ടും പെറുപെറുക്കുകയും ഹല്ലേലൂയ ദൈവദാസനോട് പെറുപെറുക്കുകയും അല്ലെങ്കിൽ ദൈവത്തോട് കലഹിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ 14-ാം അധ്യായം 10 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, 14-ാം അധ്യായം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. കാരണം ചെങ്കടൽ പിളർന്ന് ദൈവം തുവർനിലമാക്കി അവരെ അക്കരെ എത്തിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, അവിടെ അതിന്റെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചാൽ മതി. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ സുപരിചിതമായതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നില്ല. 21-ാമത്തെ വാക്യത്തിൽ മോശ കടലിന്മേൽ കൈ നീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. ഹല്ലേലൂയ. തുടർന്ന് അവസാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് 29-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി, വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലിൽ കാണുകയും ചെയ്തു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയാണ് നമുക്ക് ദൈവ മക്കൾക്ക് വേണ്ടി അവരെ ഹല്ലേലൂയ പിന്തുടർന്ന ഫറവോന്യ ശക്തിക്കെതിരെ ഹല്ലേലൂയ അവരുടെ യാത്രയ്ക്ക് തടസ്സമായിരുന്ന ചെങ്കടലാകുന്ന തടസ്സത്തെ നീക്കി ഹല്ലേലൂയ ദൈവം അവർക്ക് തോർനിലം ഒരുക്കി ഹല്ലേലൂയ അക്കരെ എത്തിക്കുന്നതായിട്ടുള്ള അനുഭവം. ഇത് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നതായ ജനം അവർ കയ്യിൽ തപ്പെടുത്തു, ഹല്ലേലൂയ നൃത്തം ചെയ്തു. ഹല്ലേലൂയ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വർഷിപ്പുകളും ആരാധനകളും എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടുകൊണ്ട്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ കണ്ടുകൊണ്ട് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, സന്തോഷിക്കുക.
സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ്. അത് നല്ലതല്ലെന്നല്ല, അത് നല്ലതാണെങ്കിലും ദൈവം നമുക്കൊരു പ്രതികൂലം കൊണ്ടുവന്നാൽ, ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, അവൻ ഒരിക്കലും നമ്മളെ തകർത്ത് കളയുവാനല്ല, പിന്നെയോ നമ്മളെ ഒന്നുകൂടെ പണിയുവാനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ, ആരാധന ആമേൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ആമേൻ വെളിപ്പെടണം എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാ. ഹല്ലേലൂയ, ആമേൻ. തുടർന്ന് നമുക്ക് ഹല്ലേലൂയ പിന്നീട് 40 വർഷങ്ങൾക്ക് ശേഷം ഹല്ലേലൂയ 40 വർഷങ്ങൾക്ക് ശേഷം ജനത്തിന് വീണ്ടും ദൈവം പാറയെ പിളർന്ന് ജലം നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 20-ാം അധ്യായം 1 മുതലുള്ള ഭാഗം. ഹല്ലേലൂയ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിര്യാം മരിച്ചു. അവിടെ അവളെ അടക്കം ചെയ്തു. ജനത്തിന് കുടിപ്പാൻ വെള്ളമുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി. ഇത്രയും സംഭവിച്ചു. ദൈവത്തിന്റെ വചനം നമുക്കറിയാം, പഠിക്കുമ്പോൾ 40 ദിവസം കൊണ്ട് എത്തിച്ചേരേണ്ടത് കനാൻ ദേശത്ത് എത്താതെ വണ്ണം അവരെ 40 വർഷം മരുഭൂമിയുടെ ഉഴഞ്ഞ് നടക്കുമാറാക്കിയ അതെന്തിനാണ് അങ്ങനെ അനുഭവങ്ങൾ വന്നത്? അവരുടെ പിറുപിറുപ്പും വാദവും അവരുടെ കലകവും ദൈവത്തെ പരീക്ഷിച്ചതും കാരണം അവർ കഷ്ടതയുടെ അനുഭവത്തിലൂടെ പല ഭാഗത്തും കടന്നുപോയി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിച്ചിരുന്നവരായ പലരും അപ്പോൾ 40 വർഷം തപ്പെടുത്ത് നൃത്തം ചെയ്തിരുന്ന മിര്യാമും അടക്കം മരിച്ച് അടക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ല. പിന്നെയും മോശയോട് കലഹിക്കുകയാണ്. ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്തിന്? അപ്പൊ നമുക്കറിയാം അവിടെ ഒരു സഭയായി എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഹല്ലേലൂയ. അപ്പൊ സഭയിൽ നമ്മൾ പ്രയാസങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും സാമ്പാറിനും പപ്പടത്തിനും വേണ്ടി അടിയുണ്ടാക്കുന്ന വിശ്വാസികളെ കഴിഞ്ഞിടകളിലൊക്കെ കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല എന്താണ് ഇവർ പ്രാപിച്ചതായിരിക്കുന്ന ആത്മീയ ദർശനം, എന്താണ് ഇവർ പ്രാപിച്ചിരിക്കുന്നതായ ഹല്ലേലൂയ ആരാധനയുടെ മഹാത്മ്യം. ഹല്ലേലൂയ. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വീഡിയോ കാണുവാനിടയായും ഒരു സഭയിൽ ഹല്ലേലൂയ ഒരു കൂട്ടം വിശ്വാസികൾ കടന്നു വന്ന് പൂട്ടിയിട്ടിരുന്ന സഭ അതിന്റെ താഴെ അടിച്ചു തകർത്ത് വലിയ ഒരു പ്രതിഷേധത്തോടുകൂടി ഹാളിലേക്ക് കയറുന്നതായിട്ടുള്ള ഈ ഒരു അനുഭവത്തിലേക്ക് ഇത്രയും ദൈവം മാനിച്ച നമുക്കറിയാം. നമ്മളെ നമ്മുടെ പിതാക്കന്മാർ കഷ്ടതയുടെയും പരിവട്ടത്തിന്റെയും നടുവിൽ ഹല്ലേലൂയ കർത്താവിനെ കണ്ടിറങ്ങി തിരിച്ചവരാ. അവരൊക്കെ സുവിശേഷ വേല ചെയ്യുന്ന കാലങ്ങളിൽ നമുക്കറിയാം അവർക്ക് കഴിക്കാനായിട്ട് ഒന്നുമില്ല. ചീരയ്ക്ക് പകരം പച്ചലകൾ ഹല്ലേലൂയ അവര് കൂട്ടാൻ വെച്ച് കഴിച്ചതായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി പകൽ സമയം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മൾ ഒരു കാരണവശാലും ദൈവസന്നിധിയിൽ പിറുപിറുക്കാനിടയായി തീരരുത്. ഒരു കാരണവശാലും ദൈവദാസന്മാരോട് കലഹിക്കുവാനിടയായി തീരരുത്. ഒരു ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നും നമുക്ക് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. മോശ ദൈവസന്നിധി നെടുമ്പാട് വീണു. അപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം കണ്ടു. ദൈവത്തിന്റെ മഹത്വം കാണുന്ന യഥാർത്ഥ വിശ്വാസികളായി ഈ നാളുകളിൽ നാം മാറണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സമയം ഹല്ലേലൂയ നമ്മളോട് ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ഈ നാളുകളിൽ ഉപ്പിനെ ചൊല്ലിയും ഹല്ലേലൂയ പച്ചവെള്ളത്തെ ചൊല്ലിയും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇറച്ചിയെ ചൊല്ലിയും ഹല്ലേലൂയ അതിന് എന്ത് തിന്നും എന്ത് കുടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കലഹിക്കുകയും പോരാടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഇതാ വാതിൽക്കലായിരിക്കുന്നു. ഞാൻ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ആത്മീയമായുള്ള ഒരു ഒരുക്കം. ഭൗതികമായി നമ്മുടെ ദേഹം ക്ഷയിച്ച് നശിച്ചു പോകട്ടെ, എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ദേഹസഹിതനായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവന്റെ വാനമേഘത്തിൽ കടന്നു വരുമ്പോൾ ദേഹസഹിതനായി ഞാൻ അവനെ കാണും. അന്യമല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണുമെന്നുള്ള പരിപൂർണമായ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ കലഹത്തിന് പ്രസക്തിയില്ല. അവിടെ അവിടെ ഒരു പോരാട്ടം നടക്കത്തില്ല. അവിടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അവിടെ
കണ്ണുനീരേ ഉള്ളൂ, അവിടെ കരച്ചിലേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ പിറുപിറുത്തു യഹോവയ്ക്ക് ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയും 20-ാം അധ്യായം 1 മുതൽ അവർ ഹല്ലേലൂയ ഈ മരുഭൂമിയിലേക്ക് ഞങ്ങളെ ഈ സഭയെ കൊണ്ടുവന്നത് എന്ത്? ഇത് വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല. ഭൗതികമായി കഴിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി ഭക്ഷിക്കാൻ നമുക്കറിയാം, ഇവരൊരിക്കലും ആത്മീയ കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇവര് ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളമില്ല എന്ന് പറഞ്ഞു. എന്നാറെ മോശയും അഹരോനും ദൈവ മുമ്പിൽ നിന്ന് സമാഗമന കൂടാരത്തിന് വാതികൾ ചെന്ന് കവിണു വീണു. യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. ഹല്ലേലൂയ. യഹോവ മോശയോടെ നിന്റെ വഴിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചു കൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്ക് കുടിപ്പാൻ കൊടുക്കണമെന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ വടിയെടുത്തു. ഹല്ലേലൂയ. പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പി, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം ഹല്ലേലൂയ അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പരീക്ഷണങ്ങൾ പിറുപിറുപ്പ് കൂടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ പ്രതിസന്ധികളെ മാറ്റിയെടുത്ത് വലിയൊരു അനുഗ്രഹത്തിന്റെ വഴിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. ആമേൻ. 105-ാം സങ്കീർത്തനത്തിന്റെ 41-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നു, അവൻ പാറയെ പിളർന്നു, വെള്ളം ചാടി പുറപ്പെട്ടു. ഒരു വലിയ എടുത്തുചാട്ടം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സമൃദ്ധിയുടെ അനുഭവമാണ്. ഹല്ലേലൂയ. നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് ഹല്ലേലൂയ അപ്പം ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഹല്ലേലൂയ. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പറയുന്നതായ ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. തന്നെ ദൈവം തന്റെ മക്കൾക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും. ഈ നാളുകൾ പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. 78-ാമത്തെ അധ്യായത്തിൽ 15-ൽ കാണുന്നു, അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികൾ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. ഹല്ലേലൂയ. കണ്ടിന്യൂസ് ആയി ഹല്ലേലൂയ ദൈവം തന്റെ ജനത്തിന് വേണ്ടി നന്മകളെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 14 മുതൽ 19 വരെ നമ്മൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഹാഗാർ ഹല്ലേലൂയ ഹാഗാറിന് വേണ്ടി, ഹാഗാറിന്റെ പൈതലിന് വേണ്ടി ഹല്ലേലൂയ ഒരു സ്വല്പം ജലം ആവശ്യമായി വന്ന സ്ഥാനത്ത് അത് കുടിച്ച് മരിക്കണമെന്ന് വിചാരിച്ച് മരുഭൂമിയിൽ കിടക്കുന്നതായ ആ പൈതലിന് വേണ്ടി ഹല്ലേലൂയ അവിടെ ഒരു നീരുറവ തുറന്നു. ആ ഉറവ ഇന്നും നിന്നിട്ടില്ല. ദൈവത്തിന്റെ പ്രവൃത്തി അതാണ്. ഇന്ന് സൗദി അറേബ്യയിലൊക്കെ ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത സമയത്ത് എൻ്റെ കൂടെ റൂംമേറ്റ്സ് ആയ മുസ്ലിം സഹോദരന്മാരുണ്ടായിരുന്നു. ഞങ്ങള് ക്രിസ്ത്യാനികളുടെ കൂടെ മാത്രമേ താമസിക്കൂ എന്നുള്ളത്. 2 മുസ്ലിം സഹോദരൻ, ഞാനൊരു ക്രിസ്ത്യാനിയും പിന്നെ ഒരു ഹിന്ദു സഹോദരനുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഹിന്ദു സഹോദരൻ റിസൈൻ ചെയ്ത് നാട്ടിൽ പോയ ആ ഒഴിവിലേക്കാണ് ഒരു വിശ്വാസി കടന്നു വന്നപ്പോഴാണ്, ആ വിശ്വാസി മുഖാന്തരമാണ് ഞാൻ ദൈവഭാഗത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് അവരെ നേരത്തെ ഞാൻ മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, പെണ്ണിൻകുളക്കാരനായ ബിജു എന്ന സഹോദരൻ റൂമിൽ കടന്നു വന്നപ്പോൾ മുതലേ ബൈബിൾ എടുത്തുകൊണ്ട് മീറ്റിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ 2.5 വർഷമായി അവിടെ ആയിരുന്നിട്ടും ഒരു മീറ്റിംഗ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പ്രിയ സഹോദരനോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. സഹോദരനോടൊപ്പമാണ് ആരാധനയ്ക്ക് കടന്നു പോയത് കൊണ്ടാണ്
ഇന്ന് ദൈവഭാഗത്ത് ഈ 25 വർഷം 30 വർഷമായി ഹല്ലേലൂയ ദൈവഭാഗത്ത് നിൽക്കുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ചത്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരാം. ആമേൻ. ഒരു പാത്രം അല്ലെങ്കിൽ ഒരു സ്വല്പം വെള്ളം കുടിച്ചിട്ട് മരിക്കാനായി ആഗ്രഹിച്ചിട്ട് കടന്നിരുന്നതായ ഹാഗാറിന്റെ പൈതലിന് വേണ്ടി ദൈവം അവിടെ നീരുറവ തുറന്നു. അത് സംസം കിണറായിട്ട് ഇന്നും കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കോരി സഹോദരന്മാരൊക്കെ മുസ്ലിം സഹോദരന്മാർ അവിടെ പോയി സൗദി അറേബ്യൻ മക്കയിൽ പോയി ആ വെള്ളം ശേഖരിച്ചുകൊണ്ട് വന്ന് കട്ടിലിന്റെ അടിയിൽ കൊണ്ടുപോയി. കാരണം നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വലിയ നിധി കൊണ്ടുപോകുന്നത് പോലെ വലിയ ഒരു അവര് പണം കൊടുത്ത് വാങ്ങിക്കുന്ന എല്ലാ വസ്തുവിനേക്കാളും പ്രാധാന്യമേറിയ ഒരു സംഗതിയായി ഈ കനാസിലെ വെള്ളം കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. ഇന്നും അത് കവിഞ്ഞൊഴുകുക. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നിസ്സാരമായ പദ്ധതിയല്ല. ഹല്ലേലൂയ. ഇന്നും കണ്ട് വിശ്വസിച്ച് ഹല്ലേലൂയ ദൈവത്തോട് കൂടുതലായി എടുക്കുവാൻ ചില ഭൗതിക നന്മകൾ മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ലയോ, അതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ആത്മപകർച്ചയെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48:21 അവൻ അവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി. ഹല്ലേലൂയ. അവൻ പാറയെ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു. അവരെ അനുഗമിച്ച പാറ ആത്മീയ പാറയായിരുന്നു. അതേ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമായി കിടക്കുമ്പോൾ അവരെ അനുഗമിച്ചിരുന്ന ഒരു പാറ ഉണ്ടായിരുന്നു. ആ പാറ പിളർന്ന് അവർക്ക് ആവശ്യമായിരുന്ന നന്മകളെ അവിടെ കൊടുക്കുവാനിടയായിത്തീരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെ ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് അവൻ കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇതാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക്, ജീവജലത്തിന്റെ നദികൾ ഒഴുകണം. നമുക്കറിയാം. ഹല്ലേലൂയ. ശമരിയാസ്ത്രീ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 7 മുതൽ 10. ഞാൻ പെട്ടെന്ന് ഓടിപ്പോകട്ടെ, നമ്മൾ മുന്നിൽ അധികം സമയമില്ലല്ലോ. 7 മുതൽ 10 വരെ. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയും. വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന ശമരിയാസ്ത്രീയുടെ മുന്നിൽ യേശു കടന്നു വന്ന് ദാഹിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറയുന്നതായ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ശമരിയാസ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയാസ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? അന്ന് ശമരിയക്കാർക്ക് തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. നിന്നോട് ചോദിക്കുന്ന വ്യക്തി, നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി ആരെന്ന് ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഇന്ന് രാത്രി, ഇന്ന് പകൽ സമയം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരുവചനം നമ്മളോട് സംസാരിക്കുന്നത് ആരാണ്, വ്യക്തി ആരാണെന്നല്ല, ഈ തിരുവചനമായ എന്താണ് എന്ന് ഇന്ന് മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടുത്തില്ല. എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്ത്രീ അവനോട് പറയുന്ന 2-3 കണ്ടീഷൻ. കാരണം ഹല്ലേലൂയ അവൻ ആരാണ് നമ്മൾ മനസ്സിലാക്കിയില്ല. പിന്നെ കോരുവാൻ വെള്ളമില്ല, കോരുവാൻ പാത്രമില്ല. ഇത് യാക്കോബിന്റെ കിണറാ. നീ യാക്കോബിനേക്കാൾ വലിയവനാണ്. ഞങ്ങൾക്ക് കുടിപ്പാനായിട്ട് ഈ കിണർ ഞങ്ങൾക്ക് തന്ന യാക്കോബാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഞങ്ങൾക്ക് വലുത്. നീ അവനേക്കാൾ വലുതാണോ? ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുന്നതായ പദം, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ആര് തന്ന? യാക്കോബ് തന്നാലും കൊള്ളാം. ആര് തന്നാലും ഈ കിണറ്റിൽ നിന്ന് നീ കോരി കുടിക്കുന്നിടത്തോളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഒരു ആത്മീയ പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. തന്നോട് യാചിക്കുന്നവർക്ക് കർത്താവ് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും.
ഇന്ന് പകൽ സമയം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? എന്റെ കർത്താവെ, ഒരു കവിഞ്ഞൊഴുക്ക്, ആ പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് എന്റെ ഉള്ളിൽ നിന്നുണ്ടാകണം. അത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം, അനേകരെ പാപത്തിന്റെ ചങ്ങലിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുവാൻ തക്കവണ്ണം, അനേകരെ മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുവാൻ, അനേകരെ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ പാപത്തിൽ മുഴുകിക്കഴിയുന്നതായ, നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മാതാവിനോട് പോലും പോരാടുന്നതായ മക്കളാണ്. ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മാതാവിനെ കൊല്ലുന്ന മക്കളെ നമുക്ക് കാണുവാൻ കഴിയും. പല വാർത്തകൾ ഞാൻ കാണുമ്പോൾ, ഫേസ്ബുക്ക് ഒക്കെ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ഇങ്ങനെയുള്ള വാർത്തകൾ. ഹല്ലേലൂയ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത നിലകളിൽ നമ്മുടെ മക്കളും നമ്മുടെ തലമുറകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന് സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച് കർത്താവിന്റെ വഴികളെ അറിയുന്നവരായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. നമുക്കറിയുവാൻ കഴിയും, ഈ ലോകത്തിൽ ശമരിയക്കാരി സ്ത്രീയാണെങ്കിലും ഇസ്രായേൽ മക്കളൊക്കെ ആയിരുന്നെങ്കിലും അവരാരും ആത്മീയ നൽവരങ്ങളെ കുറിച്ച് ചോദിച്ചില്ല. അവരെല്ലാം ഭൗതിക നന്മകൾ മാത്രം ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് കൊരിന്ത്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. 1 കൊരിന്ത്യർ നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. 10-ാം അധ്യായത്തിന്റെ 4. ഹല്ലേലൂയ. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. 1 മുതൽ അതിന്റെ 4 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചല്ലോ. 5 വരെയുള്ള 4 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചല്ലോ. അതിന്റെ 5. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെട്ടതായ ദൈവജനം എത്ര പേര് കടന്നുപോയി. ഹല്ലേലൂയ. 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 യോശുവയും കാലേബും അവര് വാഗ്ദത്ത ദേശത്തെത്തി. അവരുടെ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ വചനം നമുക്ക് കാണുവാൻ കഴിയും. അവരവിടെ പിറുപിറുത്തതായിട്ടോ വാദിച്ചതായിട്ടോ ഒന്നും കാണുന്നില്ല. എന്നാൽ പിറുപിറുത്തവരും വാദിച്ചവരും ദൈവസന്നിധിയിൽ മത്സരിച്ചവരും ഒന്നും അവിടെ എത്തിയില്ല. ഇന്ന് പകൽ സമയം അവരെ അനുഗമിച്ചതായ ആത്മീയ ആ പാറയെ കുറിച്ചുള്ള വെളിപ്പാട് അവർക്കുണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ പെട്ടുപോയി. ഇന്ന് ഈ ലോകത്തിൽ അവിശ്വാസിയായി തീർന്നുകൊണ്ട് പട്ടുപോകുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു നല്ല നമ്മുടെ ആരംഭകാലത്തേക്കാൾ നമ്മുടെ അവസാനം ഏറ്റവും നല്ലതായി തീരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരുന്ന ഒരു ഭൗതിക നന്മകളെക്കാൾ ഉപരിയായി ഒരു ആത്മീയമായ ഒരു ദൈവമേ, നീ ആരാണ്, കർത്താവേ നീ ആരാണെന്ന് വാസ്തവമായി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ സന്നിധി നിന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് കർത്താവെ നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ നാളുകളിൽ ഒരു വലിയ കവിഞ്ഞൊഴുക്ക് ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന പ്ലാറ്റ്ഫോം അത് ഏതായിരുന്നാലും അവിടെ ചില ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും, വിടുതലായി തീരുവാൻ, അനേകരെ മോചിപ്പിച്ചെടുക്കുവാൻ കർത്താവേ നിന്റെ വചന മുഖാന്തരം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിനും സമുദ്രത്തിനും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അതവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് അവിടെ സംഭവിച്ചു, അവരിൽ മിക്കപേരും മരുഭൂമിയിൽ പെട്ടുപോയി. അവരിൽ ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വളരെ ശക്തമായിട്ടുള്ള ദൈവവചനമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് വളരെ കാലിക പ്രസക്തിയുള്ള, നമുക്ക് വളരെയധികം ദൃഷ്ടാന്തമായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമുക്കിന്ന് കേൾക്കുവാനായിട്ട് കഴിഞ്ഞ. കർത്താവിൻ്റെ ദാസന് വളരെ ശക്തമായിട്ട് ആ ഭാഗത്ത് നിന്നും സംസാരിച്ചല്ലോ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മൾ കേട്ടത് ഇസ്രായേൽ മക്കൾ 6 ലക്ഷം പേര്, 6 ലക്ഷം ആണുങ്ങൾ. അപ്പോൾ ഒരു 20 ലക്ഷം എന്ന് കൂട്ടാം നമുക്ക്. അത്രയും പേര് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വരികയാണ്. അപ്പോൾ നമുക്കറിയാം മരുഭൂമിയിലൊന്നും കിട്ടത്തില്ല, പക്ഷേ അവർക്ക് മന്നയും കാടപ്പക്ഷിയും സ്വർഗീയമായ ആഹാരവും അതും പാറയിൽ നിന്നുള്ള വെള്ളവും ഇതെല്ലാം ദൈവം നേരിട്ട് അവർക്ക് നൽകിയതാണ്. ദൈവം നേരിട്ട് നൽകിയത് കൊണ്ടാണ് അത് പൗലോസ് പറയുന്നത് ആത്മീക ആഹാരവും അത് ആത്മീയ പാനീയവുമായിരുന്നു. ആത്മീക ആഹാരം ആരാ കൊടുത്ത? ദൈവം. അതായത് ക്രിസ്തുവിൽ നിന്നാണ്. ക്രിസ്തു എന്ന പാറ.
പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദൈവം തന്നെ നമുക്ക് നൽകുന്നതാണ്, ആത്മീകമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജീവിതത്തിൽ ഈ കാര്യമൊക്കെ ഭൗതികമാണ്, ഈ കാര്യമൊക്കെ ആത്മീയമാണ്, അല്ല ഞായറാഴ്ച ഞാൻ ആത്മീയനായിട്ടിരിക്കും, അങ്ങനല്ല. എല്ലാം നമ്മുടെ ജീവിതം മുഴുവൻ ആത്മീയ ദൈവത്തോട് കടപ്പെട്ടിരിക്കുക. എന്നാൽ അത് ഇസ്രായേൽ മക്കൾ ഗ്രഹിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരും ഇതെല്ലാം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തങ്ങ് പോയി. എന്നാൽ ദൈവം നമുക്ക് നേരിട്ട് നൽകുന്നതാണ് എന്ന് അവർ ചിന്തിക്കാതെ പിന്നെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ പിന്നെ മുറുമുറുക്കുകയും മോശയെ അടിക്കാൻ നടക്കുകയും, അല്ലെങ്കിൽ നമുക്കറിയാം കോരഹും ആളുകളും ഒക്കെ മോശയ്ക്ക് എതിരെ എഴുന്നേൽക്കുകയും എന്തെല്ലാമാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ദൈവം അവരിൽ ആരും പ്രസാദിച്ചില്ല. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ അവരാണെങ്കിലും ചോദിച്ചാൽ എന്താണ്, ഞങ്ങൾക്ക് വല്ലതും കഴിക്കാൻ വേണം, ഞങ്ങൾക്ക് ചുറ്റുള്ളിയും വെള്ളുള്ളിയും കുക്കുംബറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, എന്തുവാ പീച്ചിങ്ങായും അവക്കാഡോയും എന്തെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ യാതൊന്നുമില്ല, ഇവിടെ ഈ മന്നായും ഇതും മാത്രമേ ഉള്ളൂ, അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം അനുഗ്രഹം തരുമ്പോൾ നമുക്ക് അതല്ല വേണ്ടത്, അതിൻ്റെ അപ്പുറത്തെ ഈ അക്കരപ്പച്ച എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ദൈവം അവരിൽ ആരും പ്രസാദിച്ചില്ല. അത്രയും 10-20 ലക്ഷം പേര് പോയതിൽ 2 പേരാണ് ജീവനോടെ കനാൻ ദേശത്ത് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്ന് 6 ലക്ഷം പേരല്ല, 10-20 ലക്ഷം പേര് ആണ് അന്ന് അവിടെ പോയത്. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആ സമയത്ത് നാസികൾ, ജർമ്മനിയിലെ നാസികൾ 60 ലക്ഷം, 6 മില്യൺ 60 ലക്ഷം യഹൂദന്മാരെയാണ് കൊന്നൊടുക്കി കളഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് നമുക്കായിരിക്കാം. ഇന്ന് ഈ സമൂഹം നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ പോലെ അല്ല ഇന്നത്തെ കേരളത്തിലെ സമൂഹം. ഒത്തിരി അങ്ങ് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ MDMA, എന്താണ് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാതെ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പിള്ളേർ ചെയ്തെന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കുന്നതാണ് ഒരു വലിയ എന്തെങ്കിലും ചെയ്യുന്നത്. അല്ലെ പിന്നെ ഏറ്റവും കൂടി വന്നാൽ എന്തെങ്കിലും കള്ളു കുടിക്കുക, അല്ലെങ്കിൽ വല്ല ലിക്കറോ എല്ലാം കുടിക്കുക. അതാണ്. അതിൽ കൂടെ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെയധികം ശോചനീയമായ നിലയിലേക്ക് പോയി. മനുഷ്യൻ ഇത് ബുദ്ധി അങ്ങ് മറഞ്ഞു പോവുകയാണ്. നമുക്കറിയാം, മദ്യമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂറത്തേക്കാണ് ബുദ്ധി മറഞ്ഞു പോകുന്നത്. ഈ സാധനമെല്ലാം വലിച്ചു കയറ്റിയാൽ ബുദ്ധി സ്ഥിരമായിട്ട് അങ്ങ് മറഞ്ഞു പോകുക. ആരാ എന്താണ് എന്നൊന്നും അറിയാത്ത ഒരു നിലവാരത്തിലേക്ക് മൃഗങ്ങളെക്കാളും കഷ്ടമായിട്ട്, മൃഗങ്ങൾ പോലും അതിൻ്റെ അപ്പനെയും അമ്മയും ഒന്നും ഉപദ്രവിക്കുന്നതായിട്ട് തോന്നുന്നില്ല. ആഹാരത്തിന് വേണ്ടി അത് അതിനെ നിശ്ചയിച്ചിരിക്കുന്ന കഴിക്കുമെന്നല്ലാതെ അതിൻ്റെ അപ്പനെയും അമ്മയോ ഒന്നും ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഈ ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഭൗതികമായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ആത്മീകമായ അനുഗ്രഹങ്ങളാണ്, ദൈവത്തിൽ നിന്നുള്ളതാണെന്നുള്ള ബോധ്യമുള്ളവരായിട്ട്, ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട്, ദൈവഹിതം മനസ്സിലാക്കി അങ്ങനെ നമുക്ക് ജീവിക്കാം. നമ്മൾ ഭൗതിക നന്മകൾക്ക് വേണ്ടി കൂടുതൽ ബേജാറാകാതെ കർത്താവ് നമ്മളോട് പറഞ്ഞ നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് പറഞ്ഞ ആ സ്ത്രീ പറഞ്ഞു, ശമര്യക്കാരി സ്ത്രീ പറഞ്ഞു, എനിക്ക് വെള്ളം ഇനി ഇവിടെ വരാതിരിക്കാൻ വെള്ളം അങ്ങ് തരാമെങ്കിൽ നല്ലതായിരുന്നല്ലോ, എനിക്ക് പിന്നെ എപ്പോഴെപ്പോഴും ഇവിടെ തൊട്ടിയും പിടിച്ചുകൊണ്ട് വരണ്ടായിരുന്നല്ലോ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ഒത്തിരിയും പേര് അതാ സംസാരിക്കുന്നത്. കർത്താവ് പറഞ്ഞത് എന്താണ്? യേശു പറഞ്ഞത് എന്താണ്? നിനക്ക് ജീവനിലേക്കുള്ള നിത്യജീവൻ്റെ ആ വെള്ളം ഞാൻ തരാം. അവൾക്കതൊന്നും മനസ്സിലാകുന്നില്ല. അവൾ പറയുന്നത് എന്തോ ആയിരുന്നു, ആ വെള്ളം കുറച്ച് കിട്ടിയായിരുന്നു നല്ലതായിരുന്നു, പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് ഓടി വരണ്ടായിരുന്നു. അവൾ വരുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഒരു മനുഷ്യനും അവിടെ, നമുക്കറിയാം ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്, ഒരു മനുഷ്യനും ഇറങ്ങാത്ത. നമുക്കറിയാം ഗൾഫിലൊക്കെ 12 മുതൽ 4 മണി വരെയാണ് ബ്രേക്ക്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ജോലി എന്ന് പറഞ്ഞാൽ 10 മുതൽ 5 വരെ ജോലി, 10-ന് വരിക, 5-ന് ജോലി കഴിയാൻ പോവുക. പക്ഷേ ഗൾഫിലൊക്കെ ആണെങ്കിൽ ജോലി രാവിലെ 8 മുതൽ 12 വരെ, പിന്നെ 12 മുതൽ 4 വരെ ഓഫാണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായ ചൂടല്ലേ. പിന്നെ വീട്ടിൽ പോയി ചോറുമൊക്കെ ഉണ്ട്, ഒരു 2-3 മണിക്കൂറൊക്കെ ഉറങ്ങി ഉഷാറായിട്ടാണ് 4 മണിക്ക് 4 മുതൽ 8 വരെ പിന്നത്തെ ജോലി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സ്ത്രീയെ ആരും ഇറങ്ങാത്ത ആ സമയത്ത്, നട്ടുച്ച നേരത്തല്ലേ, ഒരു മനുഷ്യനും വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത സമയത്ത് അവൾ ആ വെയിലത്ത് അതുകൊണ്ട് വരിക. എന്ന് വെച്ചാൽ അവൾക്ക് വേറെ ആരുമായിട്ടും സംസാരിക്കാനോ, ആളുകൾ അവളെ കണ്ട് സംസാരിച്ച് അവളെ താറടിക്കുകയും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെയാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒഴിവാക്കി അവൾ വരിക. അപ്പോൾ അവളെന്തോ പറയുന്നത്, ഈ വെള്ളം കുറച്ച് കിട്ടിയായിരുന്നു, പിന്നെ എനിക്ക് എപ്പോഴും വരണ്ടായിരുന്നു, വീട്ടിലിരുന്ന് സുഖമായിട്ട് വീട്ടിലിരിക്കായിരുന്നു,
നമ്മളും ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ആ കർത്താവ് നമ്മളോടൊരു കാര്യം പറയും, ഓ അതൊന്നും ചെയ്യണ്ട, നമുക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതെന്തിനാ എഴുതിയിരിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. ഇത് ദൃഷ്ടാന്തമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. ഇവർക്ക് സംഭവിച്ചു, ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് എഴുതിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. നമ്മൾ വളരെ ഉൾബോധ്യമുള്ളവരായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരായിട്ടല്ല. ഇസ്രായേൽ മക്കൾ അറിവില്ലാതെ പോയി, അതുകൊണ്ടാണ് അവർക്ക് ആ നാശം സംഭവിച്ചത്. നമ്മളങ്ങനെ അറിവില്ലാത്തവരായിട്ടല്ല, ഉൾബോധ്യമുള്ളവരായിട്ട് ആ ദൈവഹിതത്തെക്കുറിച്ചൊക്കെ ജ്ഞാനമുള്ളവരായിട്ട് നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തോമസ് ജോൺ പാസ്റ്ററോടുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, വീട്ടിലങ്ങനെ ഒരു മാസം ഇരിക്കുകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു കാലുവയാലും ജോലിക്ക് പോകാമെന്നായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒരു മാസമായിട്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് ബൈബിള് വായിക്കാനും ഇങ്ങനെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് അതിന് ഉപയോഗിക്കുന്നത് എത്ര മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയലിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.